എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Seven of Wands, Page of Swords, Five of Pentacles, Ten of Swords, Three of Pentacles, അതേപോലെ തന്നെ Eight of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ Seven of Wands energy connections ആണ്. അപ്പോൾ Seven of Wands energy connections എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്ന ഒരു മാസമായിരിക്കും. കാരണം കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന എനർജിയാണ്. അതായത് നിങ്ങൾ വളരെ മെച്യൂറായിട്ട് പല കാര്യങ്ങളെ നോക്കിക്കാണുന്ന നിങ്ങളുടെ രീതി, ചിന്താധാരയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പൊതുവേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, പല ആളുകളും നിങ്ങളെ ദേഷ്യത്തോടെയും അസൂയയോടെയും കുശുമ്പോടെയും അല്ലെങ്കിൽ നിങ്ങളോട് വാശി പിടിക്കുന്ന ആളുകൾ, ദേഷ്യപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്നുള്ളതും നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് മനസ്സിൽ വിചാരിക്കാം. നിങ്ങളിലുള്ള ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ആണ് അവർക്ക് ദേഷ്യം. അവരെങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തിരിച്ചു പ്രതികരിച്ചാൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടിയാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ആളുകൾ ആര് തന്നെയായാലും ചിലപ്പോൾ നിങ്ങളുടെ വളരെ അടുത്ത ആളുകളായിരിക്കാം. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത ബന്ധുക്കളായിട്ട് ജന്മം കൊണ്ടിട്ടുള്ളവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം. കാരണം അവർ കഴിഞ്ഞ ജന്മജന്മാന്തര ബന്ധങ്ങൾ, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ ചില സാഹചര്യങ്ങളിൽ എന്നുള്ള രീതിയിൽ പറയും. കാരണം വളരെ ലോ വൈബ് എനർജി ഉള്ള ആളുകൾ, നെഗറ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളും നിങ്ങളുടെ അടുത്ത ബന്ധത്തിലൂടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവരെ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അവരുടെ കൂടെ എന്ന് നിൽക്കുകയും വേണം, എന്നാൽ അവരിൽ നിന്നൊരു പോസിറ്റിവിറ്റി കിട്ടില്ല. അപ്പോൾ അതായത് നിങ്ങൾ ആ ഒരു സമാധാനവും സ്വസ്ഥതയും നിങ്ങൾക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതം തല്ലിക്കെടുത്താൻ ശ്രമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഡോണ്ട് ലെറ്റ് എനി വൺ സ്റ്റോപ്പ് യു ഫ്രം അച്ചീവിങ് യുവർ ഡ്രീംസ്. കാരണം ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സഹോദരങ്ങളോ മാതാപിതാക്കളോ ഹസ്ബൻഡോ വൈഫോ ആരുമാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഈ വ്യക്തികളുമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അതിന് ആര് തന്നെ ആയാലും സ്ലോലി അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അവരറിയാതെ അത് നിങ്ങൾ നേടിയതിനു ശേഷം മാത്രം അത് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് സ്ട്രോങ് മെസ്സേജാണ്. പലരുടെയും ജീവിതത്തിൽ ആ സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങളത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിലുള്ളതാണെന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷെ അതങ്ങനെയല്ല. തീർച്ചയായിട്ടും പുറകിൽ നിന്ന് കുത്തുന്ന എനർജി നിങ്ങൾക്ക് വളരെയധികം ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ബന്ധുക്കളും നെഗറ്റീവ് എനർജീസും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഏൽക്കേണ്ട കാര്യമില്ല. 10 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ വിട്ടുകളയേണ്ടുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ഹീൽ ചെയ്യാനുള്ള ഒരു അവസരമാണ്. തിരിച്ച് പ്രതീക്ഷയും റെസിലിയൻസും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു ബ്രോക്കൺ റിലേഷൻഷിപ്പ്, അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ബന്ധത്തിലാണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സാഹചര്യമായിരിക്കും, പല കരിയറിലോ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ നിങ്ങൾ അനുഭവിക്കുന്ന നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങളതിൽ നിന്ന് പുറത്ത് കടക്കാതെ അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങളായിട്ടൊന്നും ചെയ്യില്ല, പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ മാറുന്നുമില്ല. അപ്പോൾ അത് നിങ്ങളുടെ തീരുമാനമാണ് ഈ ഒരു പ്രോസസ്സ് എങ്ങനെ എൻഡ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കണമെന്ന് ഈ ഒരു എന്താ പറയുക
ശരശയ്യയിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. അതല്ല ജീവിതം മുന്നോട്ടേക്കാണ് പോകുന്നത്, എനിക്ക് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങളുടെ കയ്യിലാണ്. പല ആളുകളും ചില ആളുകൾ സങ്കടപ്പെട്ട് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അവരെ തീരെ സ്ട്രോങ് അല്ല, ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പലരും ശ്രമിക്കില്ല. കാരണം എളുപ്പം എന്ന് പറയുന്നത് അവിടെ തന്നെ നിൽക്കുക. കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടി വരും പലതരത്തിലും. അപ്പോൾ എളുപ്പം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളും ചീത്തവിളികളും ആണെങ്കിലും ഇവിടെ തന്നെ നിൽക്കാമെന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾ പിന്മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ഒത്തിരി ഉയർച്ച നേടാൻ പോകുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ടും വളരെ പോസിറ്റീവ് എനർജിയാണ്, ഒരു റെസ്റ്റ്ലെസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പാത്താണ് നിങ്ങളുടെ. അപ്പോൾ അതൊരു ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അക്കാഡമിക്സിൽ, അതായത് ഒരു പ്രൊഫസറോ ലെക്ചറോ റിസർച്ച് സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ള ജോലികളും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് അതുപോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ സാധ്യതകളുള്ളൊരു മാസമാണ്. നിങ്ങൾ മുന്നോട്ടേക്ക് ഒത്തിരി നേടാൻ ഇനിയും അവസരം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പൊതുവേ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് വളരെയധികം പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് മനസ്സിൽ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. അത് ഒരു വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിലും അല്ലെങ്കിൽ അതല്ല ഇനിയൊരു ഇന്നൊരു ജോലി എന്നുള്ള രീതിയിലാണെങ്കിലും എന്തായാലും ചില ആളുകൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് ഇറങ്ങാനുള്ള ഉൾഭയം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നുള്ളൂ. പല ആളുകളും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ സഹായം ചോദിക്കുന്നവർ മറ്റ് ബന്ധുക്കളിൽ നിന്നോ ആളുകളിൽ നിന്നോ നിങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് ചെറിയ രീതിയിൽ തുടങ്ങാൻ, ചില ആളുകൾ ചെറിയ രീതിയിൽ തുടങ്ങില്ല, വലിയ രീതിയിൽ മാത്രമേ തുടങ്ങുള്ളൂ എന്നുള്ള രീതിയിലാണ്. ചെറിയ രീതിയിൽ ആരും സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങും. ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, ചെയ്യാൻ ശ്രമിച്ചാൽ എന്നുള്ളത് മാത്രമാണ് ഇവിടെ. മറ്റ് ആളുകൾ നിങ്ങളെപ്പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതായത് നിങ്ങൾ സഹായം ചോദിച്ചാൽ സഹായിക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ ആ തരത്തിലുള്ള ആളുകളിൽ നിന്ന് സഹായം ചോദിക്കാം. നല്ല രീതിയിൽ ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റുന്ന തരത്തിൽ കോ ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരു മ്യൂച്വലായിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, രണ്ടുപേർക്കും ഒരേപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്ന തരത്തിലുള്ള ബന്ധം, അതായത് വർക്ക് റിലേഷൻഷിപ്പ്, അതുപോലെയുള്ള ബിസിനസ്സോ കാര്യങ്ങളോ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നു, നിങ്ങൾ ഇന്ന ബിസിനസ്സിലേക്ക് പോകുന്നു, അപ്പോൾ ഇത്ര % കമ്മീഷൻ കൊടുത്തിട്ട് ആളുകൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ പ്രയോജനമാണ്, രണ്ടുപേരും അതിനനുസരിച്ച് അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം. ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ഡോർ ഓപ്പണിംഗ് കാണിക്കുന്നുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് ശ്രമിക്കുന്നവരാണെങ്കിൽ വളരെ നല്ല കാര്യം. 5 Pentacles എനർജിയാണ്. അപ്പോൾ സഹായം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതല്ല, പൂർണ്ണമായിട്ടും സഹായം ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സഹായം ചോദിക്കുന്ന, സഹായം തരുന്ന ആളുകളുടെ അടുത്തല്ല. നിങ്ങൾ സഹായം ചോദിക്കുന്ന ഇന്ന ആളിൻ്റെ ബന്ധുവാണ്, അച്ഛനാണ്, അമ്മയാണ്, ചേട്ടനാണ്, ചേച്ചിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ സഹായിച്ചു കൊള്ളണമെന്നില്ല, പല കാരണങ്ങളും ഉണ്ട്. ചിലപ്പോൾ അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും, ചില ആളുകൾ അങ്ങനത്തെ ഒരു നിങ്ങളിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെ സഹായിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ബന്ധമുള്ള ആളുകളായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ കിട്ടും എന്നുള്ളത്. അല്ലെങ്കിൽ അതെപ്പോഴും സാമ്പത്തിക സഹായം തന്നെ ആവണമെന്നില്ല കേട്ടോ, എന്തെങ്കിലും സപ്പോർട്ട് അവിടെ എവിടെ നിന്നാണ് കിട്ടുമെന്ന് ചിന്തിക്കുന്നത് ആ വ്യക്തിയിൽ ചോദിക്കുക, അല്ലാതെ ബന്ധത്തിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്നും ആവരുത്. എന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 8 of Swords എനർജി കണക്ഷൻസ് ആണ്. 8 of Wands എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ജീവിതത്തിൽ കാണിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമങ്ങൾ നടത്തുക. സ്പ്ലിറ്റ് സെക്കൻഡിൽ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ജോലി ആയിരിക്കാം, വിവാഹമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പെട്ടെന്ന് തീരുമാനിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കാര്യങ്ങൾ നടത്തു പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ
ആലോചിച്ച് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് വ്യക്തമായിട്ട് ആലോചിച്ച് ശരിക്കും അത് നിങ്ങൾക്ക് എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് തീരുമാനിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയുള്ള രീതിയിലുള്ള തീരുമാനങ്ങളാവരുത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒത്തിരി മുന്നോട്ടേക്ക് പോയി ധൃതി പിടിച്ച് ഓടുന്നതിൻ്റെയും അതേപോലെ ഒത്തിരി ബേൺഡ് ഔട്ടായി നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞു പോവുകയും. അപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് എന്താണ് പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവാം. പിന്നെ പ്രായമായിട്ടുള്ള ആളുകളെ വീട്ടമ്മമാരെ സംബന്ധിച്ച് കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കുക. സെൽഫ് ലവ്, സെൽഫ് കെയർ എടുക്കുക. കാരണം അമിതമായിട്ടുള്ള ജോലി കാണുന്നുണ്ട്. നിങ്ങൾ ഓടി നടന്ന് ജോലി എടുക്കുന്ന സിറ്റുവേഷനാണ്. അതിനിപ്പോൾ വർക്കായാലും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ജോലിയിൽ അമിതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.